നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ട്രസ് ആരാണ്? മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നടന്മാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. എന്നാൽ നമ്മുടെ മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നടിമാർ വളരെ ചുരുക്കം മാത്രമാണ്. മലയാള സിനിമയിലെ ഓരോ കാലഘട്ടത്തിലുള്ള നടിമാരൊക്കെ ഓരോ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട വേഷങ്ങളാണ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ളത്. ചില നടിമാർ റൊമാൻറ്റിക് വേഷങ്ങളിലായിരിക്കും തിളങ്ങാറ്, ചില നടിമാർ ദുഃഖപുത്രിയായിട്ട് അഭിനയിക്കുന്നതിലായിരിക്കും മികവ് കാണിക്കുക, ചില നടിമാർ കുടുംബിനിയായിട്ടും, ചില നടിമാർ മോഡേൺ വേഷങ്ങളിൽ അഭിനയിക്കാനും മികവ് കാണിക്കാറുണ്ട്, ചില നടിമാർ നെഗറ്റീവ് വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ മികവ് കാണിക്കുന്നവരായിരിക്കും, ചിലർ രസകരമായിട്ടുള്ള വളരെ നർമ്മമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മികവ് കാണിക്കുന്നവരായിരിക്കും, ചില നടന്മാർ നൃത്തത്തിന് വളരെ പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിൽ മികവ് കാണിക്കുന്നവരായിരിക്കും. അങ്ങനെ വ്യത്യസ്ത സവിശേഷതകളുള്ള കഥാപാത്രങ്ങളിൽ തിളങ്ങി നിന്നിട്ടുള്ള ഒരുപാട് നടിമാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഈ എല്ലാ സവിശേഷതകളുമുള്ള ഒരു നടി അല്ലെങ്കിൽ ഈ എല്ലാ കഥാപാത്രങ്ങളെയും ഒരേപോലെ അഭിനയിച്ച് വിസ്മയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നടി നമ്മുടെ മലയാള സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ യെസ് എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുക. അത്തരത്തിൽ എല്ലാ കഴിവുകളും ഒന്നിച്ചുള്ള അത്രയ്ക്ക് വേഴ്സറ്റൈൽ ആയുള്ള ഒരു നടിയാൽ നമ്മുടെ മലയാള സിനിമ സമ്പന്നമാണ് എന്നുള്ളതാണ് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുക. ആ നടിക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടാനായത്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അതിഗംഭീരമായ പെർഫോമൻസിന് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉർവശി ചേച്ചിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. തൻ്റെ കരിയറിലെ 6ാമത്തെ സംസ്ഥാന അവാർഡാണ് ഉർവശിക്ക് ഈ വർഷം ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം. ഇത്രയും അധികം സംസ്ഥാന അവാർഡുകൾ മികവുറ്റ അഭിനയത്തിന് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരന്മാരായിട്ടുള്ള മമ്മൂക്കയ്ക്കും ലാലേട്ടനുമാണ്. 6 തവണ മികച്ച നടനുള്ള അവാർഡ് മമ്മൂക്കയും ലാലേട്ടനും നേടിയിട്ടുണ്ട്. അവരോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നടി ഉർവശിയും ഈ ഒരു അവാർഡ്, ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഉർവശി എന്ന നടിയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉർവശി എന്ന നടിയെ മഹാനടി എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം ഏറ്റവും അധികം ഉർവശി എന്ന നടി ശ്രദ്ധേയമായിട്ടുള്ളത് അവരുടെ ശ്രദ്ധേയമായിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ്. അത്രക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങളാണ് അവർ തൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇത്രക്ക് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ചില സ്വഭാവ നടിമാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഒരു നായിക ഇത്രയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇത്രയ്ക്കും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു നായക നടി എന്ന് പറയാൻ നമുക്ക് തീർച്ചയായിട്ടും ഉർവശി തന്നെ ഉള്ളൂ എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. എന്നാൽ ഈ ഉർവശിക്ക് ഇതുവരെ ഒരു ഉർവശി അവാർഡ് ലഭിച്ചിട്ടുണ്ടോ? ഉർവശിയുടെ അഭിനയ ജീവിതത്തിൽ ആകെ ഒരു ദേശീയ അവാർഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത് മികച്ച സഹനടിക്കുള്ള അവാർഡാണ്. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനാണ് അവർക്ക് ഒരു ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഉർവശി പട്ടം ഉർവശിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഉർവശി പട്ടവും ഇല്ല, മികച്ച നടിക്കുള്ള ദേശീയ അവാർഡിന് ഉർവശി പട്ടമില്ല. എങ്കിൽ കൂടിയും ഉർവശി എന്ന നടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും 2023 സെൻസർ ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്ക് അടുത്ത വർഷം നാഷണൽ അവാർഡിന് വേണ്ടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ദേശീയ അവാർഡ് ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ തെളിയുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 80കളിൽ തന്നെ നായിക നടിയായിട്ട് അഭിനയം തുടങ്ങിയിട്ടുള്ള ഉർവശി 90കളിലാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം. തലയണ മന്ത്രത്തിലെ കാഞ്ചന നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ കടിഞ്ഞൂൽ കല്യാണത്തിലും, അതുപോലെ തന്നെ വർത്തമാനകാലത്തിലും, അതേപോലെ മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, കാക്കത്തൊള്ളായിരം, അതേപോലെ തന്നെ മധുചന്ദ്രലേഖ, അതേപോലെ തന്നെ കഴകം, ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ വളരെ വ്യത്യസ്തമായുള്ള വേഷങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 90കളിൽ അവർ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയപ്പോൾ അവരുടെ ശബ്ദമായി മാറിയത് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ്. എന്നാൽ ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ അവർ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ്ബ് ചെയ്തിട്ടാണ് അവാർഡുകൾ നേടിയിട്ടുള്ളത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അവർ അതിഗംഭീരമായിട്ട് ഡയലോഗ് ഡെലിവറി നടത്തി. മറ്റൊരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടി ചെറിയ ചെറിയ വേഷങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും നായികയായിട്ട് തന്നെ അഭിനയിക്കണമെന്ന് ഒരു വാശിയും ഇല്ലാത്ത, അല്ലെങ്കിൽ എപ്പോഴും പ്രൊട്ടാഗണിസ്റ്റ് ആവണമെന്ന് ഒരു വാശിയും ഇല്ലാത്ത ഒരു നടിയാണ് അവർ. ചെറിയ ചെറിയ വേഷങ്ങൾ മോഹൻലാൽ ചിത്രമായുള്ള യോദ്ധയിൽ വളരെ ചെറിയ വേഷത്തിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മമ്മൂട്ടി ചിത്രമായുള്ള കുട്ടേട്ടനിൽ വളരെ ചെറിയ വേഷത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. ഇവൻ മഴവിൽ കാവടിയിലും അവരൊരു സഹനടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് വേഷങ്ങളിൽ ചെറുതും വലുതുമായുള്ള വേഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർ ശരിക്കും റോള് ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് മികവ് കാണിക്കാറുണ്ടെന്നുള്ളത്. അതായത് അവർക്ക് ഇണങ്ങുന്ന റോളുകൾ തന്നെയാണ് അവർ എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന റോളിന് അവരൊരു പ്രത്യേക ഡയമെൻഷൻ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഏത് റോളിൽ ഉർവശി വന്നാലും അതിൽ ഉർവശിയുടേതായിട്ടുള്ള ഒരു ഡയമെൻഷൻ, അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അതിലുണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് ഉർവശി ചെയ്താൽ മാത്രമേ നന്നാവൂ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ തോന്നുന്ന വിധത്തിൽ
അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൽ മറ്റൊരു ചോയ്സേ ഇല്ലാത്ത രീതിയിലാണ് അവർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാറുള്ളത്. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വലിയ താരമാണെന്ന നിലയിലോ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു നടിയാണ്. അപ്പോൾ അവർ എന്നും ആഗ്രഹിക്കുന്ന ഒരു മികച്ച നടിയായി അറിയപ്പെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കമൽഹാസൻ പറഞ്ഞതുപോലെ അവർ ഒരു അഭിനയ രാക്ഷസി തന്നെയാണ്. അവരെ നമുക്ക് മഹാനടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവർ മലയാളികളുടെ മാത്രം സ്വന്തമല്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അവർ തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തമിഴിൽ 2 തവണ സംസ്ഥാന അവാർഡ്, തമിഴ്നാട് ഗവൺമെൻറ് സംസ്ഥാന അവാർഡ് നേടാൻ സാധിച്ചിട്ടുള്ള നടിയാണ്. അപ്പം ഈ ഒരു നടിക്ക് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഈ നടിയുടെ, ഉർവശിയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണ്? ആ സിനിമയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.